ഇന്ന് രാവിലെ ഒരു യാത്രയാണ്. ദീപാവലിയോടനുബന്ധിച്ച് ഞാനും സലീമണ്ണനും റഹീമണ്ണനും മെറിനും കൂടി ചുമ്മാതെ ചെങ്കോട്ട വരെ പോവുകയാണ്. ചുമ്മാതെ ഇരുന്നപ്പോൾ ഒരു യാത്ര പോകാമെന്ന് കരുതി. കുറെ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട്. ഞങ്ങൾ നേരെ കുളത്തൂപ്പുഴ വഴിയാണ് പോയത്. പോകുന്ന വഴിയിൽ തെന്മല എത്താറായപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇറങ്ങി അല്പസമയം റോഡിലേക്ക് നിന്നു. നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ പെയ്തില്ല, മഴക്കോളൊക്കെ ഉണ്ട്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട് 13 കണ്ണറ പാലം. നല്ല വ്യൂ ആണ് കാണാൻ. ഇവിടുത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പാലത്തിന് തൊട്ട് താഴെ ഒരു ഉമ്മയുടെ കടയാണ്. അവിടെ പോയി നെല്ലിക്ക മേടിച്ചു. ഉമ്മ നെല്ലിക്ക തന്നിട്ട് ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്നേ. ഉമ്മയോട് യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ചെങ്കോട്ടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിലൊരു സ്ഥലമുണ്ട്. അവിടുന്ന് താഴെ കഴിഞ്ഞാൽ തമിഴ്നാട് മൊത്തം കാണാം. കുരങ്ങന്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ. കുരങ്ങന്മാരുടെ ബഹളമാണ്. 1000 കുരങ്ങന്മാർ കാണും. നല്ല രസമാണ്. അവരിവിടെ വന്ന് ആൾക്കാർ ഇട്ട് കൊടുക്കുന്ന കപ്പലണ്ടിയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുക, ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ തട്ടിപ്പറിക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയപ്പോൾ അവിടെ എല്ലാ കടകളും അവധിയാണ്. അപ്പൊ ഞങ്ങൾ 2 ഊണ് മേടിച്ചു പോകുന്ന വഴിക്ക്. ഞങ്ങൾ 4 പേരുള്ള ഞാനും മെറിനും സലീമണ്ണനും റഹീമണ്ണനും കൂടെയാണ് പോയത്. അപ്പൊ നമ്മൾ വിചാരിച്ച 2 ഊണ് മതിയല്ലോ. 2 ഊണ് മേടിച്ചു, ഒരു ബിരിയാണി മേടിച്ചു. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാല് ഇത് ഫുഡ് മേടിച്ചില്ലെന്നെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായി പോലെ. കാരണം തമിഴ്നാട് ഭാഗത്ത് ആര്യങ്കാവ് കഴിഞ്ഞങ്ങോട്ട് ഈ എസ് വളവ്, ഇപ്പൊ എസ് വളവാണ് നമ്മൾ കണ്ടത്. എസ് വളവ് കഴിഞ്ഞിട്ട് ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല. തികച്ചും വിജനമായി കിടക്കുകയാണ് കേട്ടോ. എല്ലാ കടകളും അവധിയാണ്. അതായത് ദീപാവലിയുടെ പിറ്റേന്ന് ഞങ്ങൾ വിചാരിച്ച് 2 പടക്കമൊക്കെ മേടിക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷെ നടന്നില്ല. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കാരണം ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങള് വണ്ടി അടിച്ചു വിട്ട് പോവുകയാണ്. കാരണം ഒരൊറ്റ മനുഷ്യന്മാരില്ല, അതുപോലെ ഒരൊറ്റ കട പോലും ഇല്ല. അപ്പൊ ഞങ്ങൾ ആ ഫുഡ് മേടിച്ചത് എവിടെയെങ്കിലും വെച്ചത് കഴിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വെച്ച് കഴിക്കാന്ന് വെച്ചു. പക്ഷെ ഒറ്റ കടയും തുറന്നിട്ടില്ല. അങ്ങനെ സൈറ്റ് നോക്കി നോക്കി പോവുകയാണ്. അങ്ങനെ പോയി ഒരിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. പക്ഷെ അവിടെ കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത്ര കുറച്ച് വൃത്തിഹീനമായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ കുറച്ചുകൂടെ ഈ സ്ഥലത്ത് നിന്നു, പക്ഷെ കഴിച്ചില്ല. വീണ്ടും അവിടെ വണ്ടി എടുത്തു. അപ്പോഴത്തേക്കും നല്ല മഴക്കുള്ളതാണ്. ഏത് സമയം മഴ പെയ്യും കേട്ടോ. കാരണം അവിടെയൊക്കെ കോടയൊക്കെ മഞ്ഞൊക്കെ നല്ല പോലെ വരുന്നുണ്ട്, കോടമഞ്ഞ്. വീണ്ടും വണ്ടി എടുത്ത് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നു. കാരണം അപ്പോഴത്തേക്ക് 2-3 മണിയായി. നല്ല വിശപ്പടിക്കുന്നു. എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിർത്തണം. അങ്ങനെ പോയപ്പോഴത്തേക്കും മഴയും തുടങ്ങി. ഇനിയിപ്പോ റോഡിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പോയ വഴിക്കൊരു ഹോട്ടലിന്റെ ഫ്രണ്ട് കണ്ടു. അവിടെ അടച്ചിട്ടൊക്കെയാണ്. മലയാളത്തിലൊക്കെ ബോർഡ് ബിസ്മില്ല ഹോട്ടൽ, ഭാഗ്യം. അവിടെ അടച്ചിട്ടൊക്കെയാണ്. അവിടെ വേറെ ചേട്ടൻ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടെ ഉണ്ട്. ഞങ്ങള് ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഈ പൊതി അഴിച്ചു വെച്ചു. ഒരു ബീഫ് കറി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബീഫ് ഫ്രൈ. നമുക്ക് ഓരോരോ സാഹചര്യങ്ങളാണ് കഴിക്കാൻ. ഇപ്പൊ ഒന്നും ഈ കടയോടെ കിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ വണ്ടിക്കകത്തിരുന്ന് കഴിക്കേണ്ടി വന്നതന്നെ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു. നല്ല ഗുണമായിരുന്നു കേട്ടോ. കഴിച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ചു നേരെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നല്ല മഴയുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കുറെ വയലുകളും നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. കാരണം എസ് വളവിന് തൊട്ട് താഴെയാണ്. ഞങ്ങള് സലീമണ്ണന് ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തു. വീണ്ടും തിരിച്ച് ഞങ്ങള് വരികയാണ്. അവിടെ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനും നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട്. മഴ ഇപ്പം നല്ലൊരു തോന്നിയിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു നേരെ തെന്മലയും കുളത്തൂപ്പുഴ വഴിയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും മഴയൊക്കെ തോന്നും. നമ്മൾ നേരെ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ അവിടെ ഇറങ്ങി അവിടുന്ന് നേരെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.